നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് അക്കാഡമിക് റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അക്കാഡമിക് റെസീലിയൻസ് ഉള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് അധ്യാപകർക്കൊക്കെ പിടികിട്ടും. അധ്യാപകർ നിലവിൽ അവരുടെ ജോലിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, ആ പ്രശ്നങ്ങളെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ തരണം ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണ് ആ പുതിയ പുതിയ സ്ട്രാറ്റജീസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണ് റെസീലിയൻസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളിന്ന് അധ്യാപകർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് വർക്ക് ലോഡ്, ഹെവി വർക്ക് ലോഡാണ്. അധ്യാപകരുടെ ഒരു പരാതി തന്നെ അതാണ്, നമുക്കിന്ന് വർക്ക് ലോഡ് വളരെ കൂടുതലാണ് എന്നുള്ളത്. ഹെവി വർക്ക് ലോഡ് നമുക്കുണ്ട്. അതുപോലെ സമയത്തിന് പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കുകയും അതല്ലെങ്കിൽ കറക്റ്റ് റിസൾട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത്. ഈ പ്രൊഫഷണൽ ചലഞ്ചസിനെല്ലാം മറികടക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ്, ഒരു ടീച്ചറുടെ കഴിവിനെയാണ് അക്കാഡമിക് റെസീലിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചലഞ്ചസും അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ചും സിലബസിൽ വരുന്ന മാറ്റങ്ങൾ, ഈ കണ്ടിന്യൂസ് ആയിട്ട് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇത്തരം മാറ്റങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് സ്വീകരിക്കുകയും ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ സ്വയം നവീകരിക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്, അക്കാഡമിക് റെസീലിയൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മാറ്റങ്ങളെ ഏറ്റവും പതിയെ സ്വീകരിക്കുന്ന ആളുകളാണ് അധ്യാപകർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്നുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ധാരാളം അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു വിഭാഗം അധ്യാപകരെങ്കിലും ചേഞ്ചസിനെ വളരെ സ്ലോവിൽ മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മടി എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളതിന് ഉത്തരം അക്കാഡമിക് റെസീലിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ചേഞ്ചസിനെ ആക്സെപ്റ്റ്. അപ്പോൾ ഈ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൊസൈറ്റിയിൽ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് വരും. അവർ പല തരം കുട്ടികളുണ്ടാവും. ഒരേ തരത്തിലുള്ള കുട്ടികൾ മാത്രമല്ലല്ലോ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഒരു അധ്യാപകൻ്റെ മുന്നിൽ 50 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 50 കുട്ടികളും പല തരക്കാരാണ്. ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. സമൂഹത്തിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് വരും, അവരുടെ ഇമോഷണൽ ഇഷ്യൂസ് വരും, അവർ പഠിക്കാനുള്ള കപ്പാസിറ്റിയിൽ വരും. പ്രത്യേകിച്ച് അറ്റൻഷൻ സ്പാനൊക്കെ ഓരോ ദിവസം കുറഞ്ഞു വരികയാണ് കുട്ടികളുടെ ഇടയിൽ. ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് സ്വയം മാറണം. ഇതാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസീലിയൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ടീച്ചേഴ്സ് അനുഭവിക്കുന്ന നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ അധ്യാപകർ അവരുടെ ആ ഒരു ചുറ്റുപാടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റവും തന്ത്രപരമായിട്ട്, ഏറ്റവും ഇഫക്റ്റീവായിട്ട്, സ്ട്രാറ്റജിക്കലായിട്ട് നേരിടുക എന്നുള്ളതാണ് റെസീലിയൻസ് എന്നുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ ലോകത്ത് ഇപ്പം ടെക്നോളജി ഇൻ്റഗ്രേഷൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കോഡിങ്ങും റോബോട്ടിക്കും ഒക്കെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കയറി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ നിന്ന് അധ്യാപകർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, നല്ല മിടുക്കന്മാരായിട്ടുള്ള അധ്യാപകർ, അവരൊക്കെ ചിലപ്പോൾ കഷ്ടത്തിലായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻ്റഗ്രേഷനാണ്. അവർക്ക് ചിലപ്പോൾ ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ അവർക്ക് സാധ്യമാവാതെ വരും. നല്ല മിടുക്കനായ അധ്യാപകനായിരിക്കും, പക്ഷേ എന്തില്ല, അഡ്വാൻസ്ഡ് ടെക്നോളജി പഠിക്കാൻ അവരെന്ത് ചെയ്യാണ്? ബുദ്ധിമുട്ടുന്നത് കാണാം. അവിടെയാണ് ഈ റെസീലിയൻസ് വരുന്നത്. അവിടെ കഷ്ടപ്പെട്ടാലും അവിടെ ബുദ്ധിമുട്ടിയാലും ഈ ടെക്നോളജി പഠിച്ചെടുത്തല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വർക്ക് സ്പേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അധ്യാപകരുടെ ജോലി സ്ഥലത്ത്, അധ്യാപകരുടെ അക്കാഡമിക് രംഗത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്താ എന്നുള്ളത് കറക്റ്റായിട്ട് തിരിച്ചറിയുക. അത് ഞാനീ പറഞ്ഞ ഹെവി വർക്ക് ലോഡാവാം, സമയബന്ധിതമായിട്ട് വർക്കുകൾ പൂർത്തിയാക്കാനുള്ളതാവാം, പിന്നെ അധ്യാപകരുടേതല്ലാത്ത കുറേ ജോലികൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിന് വേണ്ടി ചിലപ്പോൾ ഇലക്ഷൻ്റെ ഡ്യൂട്ടികൾ, കുറേ റെക്കോർഡ് വർക്കുകൾ, സെൻസസുകൾ, പല അധ്യാപകർ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ജോലികൾ ചെയ്യും. ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൂട്ടുന്നുണ്ട്, സമ്മർദ്ദം കൂട്ടുന്നുണ്ട്. പക്ഷേ അധ്യാപകരെ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. നമുക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പരീക്ഷ സമയത്തിന് നടത്തുക, കുട്ടികളുടെ റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ നമുക്ക് വരുന്നുണ്ട്. പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഈ വർക്ക് സ്പേസിലുള്ള ഇഷ്യൂസ്, സഹപ്രവർത്തകർ തമ്മിലുള്ള ഒരുപാട് ഇഷ്യൂസ് പല സ്ഥാപനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ സഹപ്രവർത്തകരുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ. അവർ പല തരക്കാരും പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുമായിട്ട് ഒത്തുപോകുക എന്നുള്ളത് റെസീലിയൻസ് അത് നമ്മൾ പഠിച്ചെടുക്കണം. പല സ്വഭാവക്കാരായിട്ടുള്ള, പല പ്രശ്നക്കാരായിട്ടുള്ള ആളുകളുടെ കൂടി നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് നമ്മൾ കാണിക്കുന്ന ആ സ്ട്രാറ്റജീസാണ് എന്ത് ചെയ്യുന്നത്? ഈ റെസീലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസീലിയൻസ് എന്ന് പറയുന്നത് ഒരാൾ ജോലി സ്ഥലത്ത് ഒരു ടീച്ചറാണെങ്കിൽ അക്കാഡമിക്
ജോലി സ്ഥലത്ത് ആ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ആ ടീച്ചറുടെ സ്ട്രാറ്റജീസിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അവിടെ ജീവിച്ചു പോകാൻ, അവിടെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നല്ല തന്ത്രങ്ങൾ രൂപീകരിച്ച് അവരുമായിട്ട് ഒത്തുപോവുക, നമ്മുടെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക. ആസ് എ ടീച്ചർ നമ്മുടെ പെർഫോമൻസ് എന്തായിരിക്കണം? പ്രൊഫഷണൽ ചലഞ്ചസിനെ മറികടക്കുന്നതായിരിക്കണം. ഇനി ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞാൻ ഒരു ടീച്ചറാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ചലഞ്ചസിനെ അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക് ചലഞ്ചസിനെ ഞാൻ നേരിടാൻ എനിക്ക് എന്തൊക്കെ ചെയ്യും? അത് നമ്മൾ ചലഞ്ചസ് എന്തൊക്കെയെന്നുള്ളത് പറഞ്ഞു. ടെക്നോളജി ആവാം, കുട്ടികളുടെ പ്രശ്നങ്ങളാവാം, വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു, സമയത്തിന് തീരാത്തതായിരിക്കാം പോർഷൻസ്, പരീക്ഷയ്ക്ക് മാർക്ക് കുറവുള്ളതായിരിക്കാം, പാരൻസുമായിട്ട് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ ആവാം, സമൂഹം അധ്യാപകരിൽ നിന്നും വളരെ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനെങ്ങനെ മറികടക്കാന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഒരു പക്ഷേ നമുക്ക് കുട്ടികൾ പഠിച്ചെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷനിലെ ടീച്ചേഴ്സ് പഠിച്ചെടുക്കുന്ന രീതിയിൽ ചിലപ്പോൾ പഴയ അധ്യാപകർക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അവിടെ നമുക്ക് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു കഴിവ് നമ്മൾ കാണിക്കണം. ഏതൊരു സാഹചര്യം ക്രൈസിസ് വന്നാലും അവിടെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അവിടെ അഡാപ്റ്റബിലിറ്റി കാണിക്കുക തന്നെ വേണം. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ടീച്ചിങ് ടെക്നിക്സ് പുതിയ ജനറേഷൻ, പ്രത്യേകിച്ചും ഈ 2020 ശേഷമൊക്കെ ജനിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഇല്ലാതെ പറ്റില്ല. അവർ അത്രയും അഡ്വാൻസ്ഡാണ്. അവർ ടെക്നോളജിയുടെ ലോകത്തേക്ക് പറന്ന് വീണ 2000 ശേഷമാണെങ്കിലും ശരി, 2010 ശേഷമാണെങ്കിലും ഇവർ 2020 ശേഷം വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ടെക്നോളജി ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ, ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ, അവർക്ക് ആ കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അധ്യാപകർ ടെക്നോളജി പഠിക്കണം. അപ്പോൾ ടീച്ചർ റെസിലിയൻസിൻ്റെ അല്ലെങ്കിൽ റെസിലിയൻ ടീച്ചറായിട്ട് മാറണമെങ്കിൽ, അക്കാഡമിക് റെസിലിയൻസ് നമുക്ക് വേണമെങ്കിൽ നമ്പർ 1 ടെക്നോളജി പഠിക്കാതെ പറ്റില്ല. അതല്ലാതെ ഒരു രക്ഷയില്ല. നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചോ. ചിലപ്പോൾ നമ്മൾ 50 വയസ്സായ ടീച്ചർ ചിലപ്പോൾ 20 വയസ്സായ കുട്ടിയോട് പാഠഭാഗങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടി വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ മാറി നിൽക്കരുത്. ടെക്നോളജി ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഒരു കാര്യം മനസ്സിലായിക്കോ, കണ്ടിന്യൂസ് ലേണിംഗ് അല്ലാതെ വേറൊരു എളുപ്പമാർഗം ഇല്ല. തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. പുതിയ കാര്യങ്ങൾ, സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ രാജ്യത്ത് വരുന്ന, ലോകത്ത് വരുന്ന ചേഞ്ചസ് എല്ലാം കൃത്യമായിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കണം. അത് ഒരു ദിവസം 2 ദിവസം 10 ദിവസം പഠിച്ചാൽ പോരാ. കൃത്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് നടക്കണം. അതിന് ധാരാളം വായിക്കേണ്ടി വരും, ധാരാളം എഴുതേണ്ടി വരും, ധാരാളം കാര്യങ്ങൾ വീഡിയോസ് കാണേണ്ടി വരും, ഇൻ്റർനെറ്റിൻ്റെ സഹായം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും, ഒരുപാട് ജേർണൽസ് നമ്മൾ പഠിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ലേണിംഗ് അവിടെ നടക്കണം. പല അധ്യാപകരും നിർഭാഗ്യവശാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കുന്നത് നിർത്തുന്ന ആളുകളെ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയും, ജോലി കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ യഥാർത്ഥ പഠനം ആരംഭിക്കേണ്ടത്. അപ്പോൾ റെസിലിയൻസ് വേണമോ? പഠിക്കാൻ തയ്യാറാവുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പ്രൊഫഷണലി എന്തായിരിക്കണം? ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വേണം. ഒരു പോസിറ്റീവ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണലി ഏറ്റവും മികച്ചവനായിട്ട് മാറാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ ജോലി അത് അതിൻ്റെ എയിം എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുക. റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രൊഫഷണൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തെ കാര്യം, ഈ പലപ്പോഴും അധ്യാപകർക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊന്നും എന്തില്ല, പലപ്പോഴും പല ആളുകൾക്കും നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സപ്പോർട്ടോ കൊടുക്കാറില്ല എന്നുള്ളതാണ്. ആരെങ്കിലും അക്കാഡമിക് റെസിലിയൻസ് കുറവുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തു നോക്കി, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങി നോക്കി. സഹപ്രവർത്തകർ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സഹപ്രവർത്തകർ പരസ്പരം സഹായിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ മോറൽ സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ പരസ്പരം എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ കൂടെയുള്ള ആളെ ഉയർത്തുന്നതോടൊപ്പം തന്നെ എനിക്ക് ഉയരാൻ കഴിയും. എൻ്റെ ഉയർച്ചയ്ക്ക് എൻ്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് സപ്പോർട്ട് സ്വീകരിക്കണം. അതിനൊരു പീർ കൊളാബറേഷൻ എന്ന് പറയാം. ആ പീർ കൊളാബറേഷൻ കൃത്യമായിട്ട് നടക്കണം. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഓരോരുത്തരുടെയും പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി എന്ത് ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം.
അതിനവിടെ കൃത്യമായിട്ടുള്ളൊരു പിയർ കൊളാബറേഷൻ, അവിടെ സഹായം തേടാനും സഹായം കൊടുക്കാനുള്ളൊരു മനസ്സിൽ നമ്മൾ ഓരോരുത്തരും അധ്യാപകർ നിർബന്ധമായിട്ട് ചെയ്യണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അക്കാഡമിക് റെസിലിയൻസ് വളരെ പാടായിരിക്കും. അതിന് പകരം നല്ല ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അക്കാഡമിക് റെസിലിയൻസ് ഏറ്റവും നല്ല രീതിയിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ അധ്യാപകരുടെ പരിശീലനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അധ്യാപകർക്ക് നിരന്തരമായിട്ട് ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ വളരെ വലിയ രീതിയിൽ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള പരിശീലനങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിശീലനങ്ങളിൽ അധ്യാപകർ പങ്കെടുക്കുക. ഇപ്പോൾ പലപ്പോഴും അധ്യാപകർക്ക് പരിശീലനത്തെക്കുറിച്ച് പറയുമ്പോൾ പല അധ്യാപകരും വിമുഖത കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെറുതെ പോവാണ്, ഒരു കാര്യമില്ല, വെറുതെ സമയം. പക്ഷെ അല്ല, റെസിലിയൻസ് ഉണ്ടാവണമെങ്കിൽ ചേഞ്ചസ് കൃത്യമായിട്ട് ആരാണോ പരിശീലനത്തിൻ്റെ മൊഡ്യൂളെല്ലാം തയ്യാറാക്കുന്നത് ആ മൊഡ്യൂൾ തയ്യാറാക്കുന്നത് ഏറ്റവും താഴേക്കിടയിൽ അധ്യാപകരുടെ അടുത്ത് കൃത്യമായിട്ട് എത്തണമെങ്കിൽ പരിശീലന പരിപാടികൾ കൃത്യമായിട്ട് നടക്കണം. അപ്പോൾ പരിശീലനം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അധ്യാപകർ പല തരത്തിലുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടണം. അവർ സ്വയം നവീകരണത്തിലുള്ള പരിശീലനങ്ങളായിരിക്കണം, അക്കാഡമിക് എക്സലൻസ് ഉണ്ടാക്കാനുള്ള പരിശീലനങ്ങളായിരിക്കണം, ഈ സിലബസുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ, എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും അക്കാഡമിക് റെസിലിയൻസ് ഉണ്ടാക്കിയിട്ട് അത് ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുക മാത്രമല്ല, ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനുള്ള സഹായം കൂടി ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇമോഷണൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ അധ്യാപകർ വീക്കായി പോകുന്നത് നമ്മളെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയാൽ മാത്രമേ, ഫിസിക്കലി മെൻ്റലി സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള റെസിലിയൻസ് ഉള്ളൂ. ഒരു കുഴപ്പം പിടിച്ചൊരു ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ, ഒരു കുഴപ്പം പിടിച്ചൊരു പ്രശ്നത്തിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ഇമോഷണലി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിന് നമ്മൾ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മെൻ്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്സ് നമ്മൾ പ്രയോഗിക്കണം. ഒരു കൂട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനക്കരുത്ത് നമുക്ക് വേണം. ക്രൈസിസുകളൊക്കെ ഈസിയായിട്ടും തളർന്ന് പോരുത്. ക്രൈസിസുകളെ ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അക്കാഡമിക് റെസിലിയൻസ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഇമോഷണൽ സ്ട്രെങ്ത് നമുക്ക് വേണം. അക്കാഡമിക് രംഗത്ത് നിർബന്ധമായിട്ടും അക്കാഡമിക് റെസിലിയൻസ് ഇല്ലാതെ അധ്യാപകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതേപോലെ വർക്ക് സ്പേസിലൊക്കെ ഒരുപാട് അധ്യാപകർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സഹപ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത് നമുക്ക് വേണം. ആ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും മികച്ച രീതിയിൽ നമുക്കവിടെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമുക്കവിടെ മികച്ച രീതിയിൽ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കണമെങ്കിൽ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവണം. ഇതേപോലെ തന്നെയാണ് ഫിസിക്കൽ സ്ട്രെങ്ത്തും. നമ്മുടെ ആരോഗ്യം, അധ്യാപകർ അക്കാഡമിക് റെസിലിയൻസ് വേണമെങ്കിൽ അവരവരുടെ ആരോഗ്യം ഏറ്റവും മികച്ച രീതിയിൽ, നല്ല രീതിയിൽ ഓടാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത, കൃത്യമായിട്ട് സ്കൂളിൽ ഫാസ്റ്റായിട്ട് നടക്കാൻ പോലും പറ്റാത്ത അധ്യാപകർക്ക് അക്കാഡമിക് റെസിലിയൻസ് ഉണ്ടാവില്ല. അവർക്ക് എനർജി വളരെ കുറവായിരിക്കും. നല്ല എനർജി നിങ്ങൾക്ക് വേണമോ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കണം. അപ്പോൾ ഒരേ സമയം മെൻ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും അക്കാഡമിക് റെസിലിയൻസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ അധ്യാപകർ ഓരോരുത്തരും ഒരു റെസിലിയൻറ്റ് ടീച്ചറായിട്ട് മാറാനായിട്ട് ശ്രമിച്ചാൽ ഒരു സംശയം വേണ്ട, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു അക്കാഡമിക് റെസിലിയൻസ് ഉള്ള ടീച്ചറായിട്ട് മാറുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള ദൗത്യത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ റെസിലിയൻറ്റ് ടീച്ചറായിട്ട് മാറുക തന്നെ വേണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.